55-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് യുദ്ധം എന്നുള്ളത്. ഇതിൽ അമേരിക്കയുടെ ചിലവുമായി ബന്ധപ്പെട്ട അമ്പരപ്പിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിനകം അമേരിക്ക ഏതാണ്ട് 2,800 കോടി മുതൽ 3,500 കോടി ഡോളർ, അതായത് ഏകദേശം 3.29 ലക്ഷം കോടി രൂപ യുദ്ധത്തിനായി ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ. ഓരോ ദിവസവും ശരാശരി 100 കോടി ഡോളറാണ് അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് 9,425 കോടി രൂപയാണ് ഒരു ദിവസം ചിലവഴിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ രാജ്യത്തിന് ഒരു പക്ഷേ തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുടെ ജനത്തിനെ പോറ്റി വളർത്താനായി അവർക്കുള്ള ആഹാരവും അവരുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകാനായി ഉപയോഗിക്കാവുന്ന ഒരു തുകയാണ് അമേരിക്ക ഇങ്ങനെ യുദ്ധമേഖലയിൽ എരിച്ചു കളയുന്നത് എന്നുള്ളതാണ്. ആദ്യ 48 മണിക്കൂറിൽ മാത്രം 560 കോടി ഡോളർ ആയുധങ്ങൾ അമേരിക്ക ഉപയോഗിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയ്ക്ക് 1 ലക്ഷം കോടി ഡോളർ, അതായത് ഏതാണ്ട് 48,000 അല്ലെങ്കിൽ 92,000 കോടി രൂപയാകും യുദ്ധത്തിൻ്റെ ബന്ധപ്പെട്ട ചെലവ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. പ്രതിരോധ രംഗത്തെ വിദഗ്ധർ കണക്ക് കൂട്ടിയ ഒരു കണക്ക് കൂടിയാണിത്. ഇതിനൊപ്പം അമേരിക്കയുടെ ഖജനാവ്, അതായത് അമേരിക്കയുടെ യുദ്ധ ഖജനാവ് കൂടി കാലിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ ഉപയോഗിച്ച പല മിസൈലുകളും വലിയ വില കൂടിയതാണ്. സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ 1,100 എണ്ണം ഇതിനകം ഉപയോഗിച്ചു. 11 ലക്ഷം ഡോളറാണ് ഈ ഒരു മിസൈലിൻ്റെ വിലയായി വരുന്നത്. ഇനി 1,500 എണ്ണം മാത്രമാണ് അമേരിക്കയുടെ പക്കൽ ശേഷിക്കുന്നത്. റഡാറുകളെയൊക്കെ വെട്ടിച്ച് ശത്രു താവളങ്ങളിലേക്ക് എത്താൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇവ. ഒപ്പം ടോമോഹോക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ, അത് 1000-ലധികം ഉപയോഗിച്ചു. 36 ലക്ഷം ഡോളറാണ് ഒരു മിസൈലിൻ്റെ വില എന്നത് നമ്മൾ ഓർക്കണം. അമേരിക്ക ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും 10 ഇരട്ടി മിസൈലുകൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഉപയോഗിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അമേരിക്കയുടെ അഭിമാന ഒരു സംഗതിയായ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ 1,200 തവണ ഉപയോഗിച്ചു. 4 ലക്ഷം ഡോളറിലധികമാണ് വില വരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വലിയ ചിലവ് അമേരിക്കയ്ക്ക് സംഭവിക്കുന്നു. ഇതിൻ്റെ ആത്യന്തിക റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത്. ഇത്രയധികം പണം ചിലവഴിച്ച് ആയുധപ്പുരകൾ കാലിയാക്കിയുള്ള അമേരിക്കയുടെ നീക്കത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ, ഇറാനെ തകർക്കാനായോ എന്നുള്ള ചോദ്യമാണ് അമേരിക്കൻ ജനത ചോദിക്കുന്നത്. അതിന് വളരെ കൃത്യമായി തന്നെ ട്രംപിന് മറുപടി പറയേണ്ടി വരും. ആഗോള വിപണിയിൽ എണ്ണവില കൂടിയതോടെ, അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതോടെ, ഒപ്പം എണ്ണയുടെ വരവ് കുറഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇന്ധനവില കുത്തനെ ഉയർത്തി. ഇറാൻ US സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിക്കുകയാണ്. ഇത് 3-ാം തവണയാണ് യുദ്ധം ആരംഭിച്ച ശേഷം പാകിസ്ഥാനിൽ പെട്രോളിനും ഹൈസ്പീഡ് ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത്. ലിറ്ററിന് 26 രൂപ വെച്ചാണ് വർധനവുണ്ടായത്. ഇതോടെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 393.35 രൂപയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ 1/3 വില, 1/3 താഴെ വില മാത്രമാണുള്ളത് എന്ന് ഓർക്കണം. നേരത്തെ ഇത് 366 രൂപയായിരുന്നു. ഹൈസ്പീഡ് ഡീസലിൻ്റെ വില 353.42 രൂപയായി ഉയർന്നിരിക്കുകയാണ്. അതായത് ജനം അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടുകയാണ്. പെട്രോൾ ഡീസൽ വിലയുടെ ഈ വർധനവ് നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുന്നു. ഒപ്പം പെട്രോൾ ഡീസൽ ഉപഭോഗത്തിലും വലിയ വ്യത്യാസം, എന്താണ്, പമ്പുകളിലൊക്കെ ആളുകളുടെ കുറവടക്കം പാകിസ്ഥാനെ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇത് മാത്രമല്ല, ഗതാഗത ചെലവുകൾ വർദ്ധിച്ചതിനൊപ്പം ഭക്ഷണ സാധനങ്ങളുടെ വിലയും ഇത് നേരിട്ട് ബാധിക്കുമെന്നതിനാൽ വരും ദിവസങ്ങളിൽ പണപ്പെരുപ്പം അടക്കമുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കയുടെ വിദേശ നയങ്ങളെയും സൈനിക ഇടപെടലുകളെയും രൂക്ഷമായി വിമർശിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്ത് വന്നു. ആഗോള ഊർജ്ജ സ്രോതസ്സുകൾ നിയന്ത്രണം പിടിച്ചെടുക്കാനായാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇത്തരം ഇടപെടലുകൾ മറ്റ് രാജ്യങ്ങളുടെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ്, അല്ലാതെ യാതൊരു ലക്ഷ്യവും അമേരിക്കയില്ല എന്ന് പറയുകയാണ്. അതായത് അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ ഭരണാധികാരികളെ പോലും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യമായി മാറുന്നു. അമേരിക്ക ഒരു ആധിപത്യ സിദ്ധാന്തം അത് പിന്തുടരുന്നു എന്നും സെർജി ലാവ്റോവ് കുറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ എല്ലാ രാജ്യങ്ങളും, നമുക്കറിയാം, വെനസ്വേലയെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അവിടുത്തെ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എണ്ണയുടെ പൂർണ്ണ നിയന്ത്രണം അവരുടെ പക്കലാണ്. യുക്രൈനുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യം അവിടുത്തെ ധാതു സമ്പത്തിലാണ്. ഇപ്പോൾ ഇറാനെ ലക്ഷ്യം വെക്കുന്നത് യാതൊരു സംശയവുമില്ല, ഇറാന്റെ വലിയ എണ്ണ ശേഖരം കൈക്കലാക്കുക, യുറേനിയം കൈക്കലാക്കുക എന്നതാണ്. ഇതാണ് റഷ്യ വളരെ കൃത്യമായി തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ എന്ന തരത്തിൽ ഈ കുതിരയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ലോകത്തിന് വലിയ തോതിലുള്ള വിനാശമായിരിക്കും എന്നാണ് ഇപ്പോൾ സെർജി ലാവ്റോവ് വ്യക്തമാക്കുന്നത്.
UAE മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും UAE മേഖലയിലും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അതിശക്തമായ ഭാഷയിൽ UAEയും ബ്രിട്ടനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. UAE പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവൈറ്റ് കൂപ്പറും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇറാനെതിരെ ഈ രണ്ട് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തിയത്. സാധാരണക്കാരെയും ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും മറ്റും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെയും ലംഘനമാണ് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഹോർമുസ് പോലെയുള്ള പൊതുഗതാഗതം നടന്നുകൊണ്ടിരുന്ന, ആർക്കും നിയന്ത്രണമില്ലാതിരുന്ന, ഇത് തുറന്നിട്ട ഒരു പൊതുവായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണവും ഉപരോധവും ഏർപ്പെടുത്തുന്നതിനെയും UAE മറ്റും അപലപിക്കുകയാണ്. ഹോർമുസ് എത്രയും വേഗം തുറക്കണം എന്ന ആവശ്യവും ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഭീകരാക്രമണ പരമ്പര. മാലി തലസ്ഥാനമായ ബമാക്കോയിലും മധ്യ ഉത്തര മേഖലകളിലെ സെവാരെ, കിഡാൽ, ഗാവ തുടങ്ങിയ നഗരങ്ങളിലുമാണ് വലിയ ആക്രമണങ്ങൾ ഉണ്ടായത്. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെയായിരുന്നു ആക്രമണം സംഭവിച്ചത്. ബമാക്കോയിലെ അതിനുശേഷം ഇങ്ങോട്ട് ഈ ആക്രമണം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഈ നിമിഷം വരെയും അവിടുത്തെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പൂർണ്ണമായും കാര്യങ്ങൾ നിയന്ത്രണത്തിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സൈനിക ക്യാമ്പിലടക്കം ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. വെടിവെപ്പുകളും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമായി തന്നെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അജ്ഞാതരായ ഭീകരവാദ ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഞങ്ങൾ ജനങ്ങളോട് സമാധാനവും ശാന്തിയുമായി ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ ഭീകരർക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം, റഷ്യയുടെയും മറ്റും പിന്തുണയോടെയാണ് മാലി ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. റഷ്യയുടെ പിന്തുണ ആ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല എങ്കിൽ പോലും അൽ ഖ്വയ്ദയുടെ പ്രാദേശിക വിഭാഗമായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും സംശയിക്കുന്നത്. നിരവധി സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന, ഒരുപാട് ഭീകരാക്രമണങ്ങളെ ഫേസ് ചെയ്ത ഒരു രാജ്യം കൂടിയാണ് മാലി എന്ന് ഓർക്കണം. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വല്ലാതെ ദുരിതത്തിലാണ്. ഇപ്പോൾ പുതിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തതും ആശങ്ക പടർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.